ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടനെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ, കറുത്ത എള്ള്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പോൾ ഏലക്കാപ്പൊടിയും ചെറിയ ജീരകവും ചേർക്കാൻ നോക്കട്ടെ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ ശർക്കരപ്പാനി ഈ ഗോതമ്പ് പൊടിയിലോട്ട് ചേർക്കണം. അപ്പൊ ആദ്യം ഗോതമ്പ് പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ശർക്കരപ്പാനി ഇതിലോട്ട് ചേർക്കാന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ചൂടോട് കൂടി തന്നെ ഗോതമ്പ് പൊടിയിലോട്ട് ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ഈ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും. ഉൾവശം വേവാത്ത പ്രശ്നമൊന്നും വരില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്താലാണ് നമ്മുടെ സ്നാക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ദോശമാവിന്റെ ബാറ്റർ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ. അപ്പൊ എണ്ണ ഇവിടെ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സ്നാക്ക് 1 സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏത് വലിപ്പത്തിലാണോ സ്നാക്ക് വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് സ്പൂൺ കൊണ്ട് മാവ് കോരി ഒഴിച്ചാൽ മതി. അപ്പൊ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടും ഫ്രൈ ചെയ്യേണ്ട. ഇതിപ്പോ ഇവിടെ 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വെറും 5 മിനിറ്റ് മതി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഗോതമ്പ് പൊടി ശർക്കരയൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്